ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഇന്നലെ, അതായത് നവംബർ 20, എൻ്റെ മോൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ആനത് ഹസ്ബൻഡ് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അവരെ ബാഗിൽ സെപ്പറേറ്റ് ഒരു കവറിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അവരെ മിഠായി കൊടുത്ത് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ അധികം വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇതാ മക്കളെ സ്കൂളിലേക്കൊക്കെ വിട്ടു. പിന്നെ ഇതാ ഈ ഒരു ഗിഫ്റ്റ് ഇത് ഹസ്ബൻഡ് തലേ ദിവസം രാത്രി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അത് സർപ്രൈസായിട്ട് മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവന് കൊണ്ടുവന്ന സമയത്ത് ഇത് കവറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നുള്ളത് അവന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ അത് ഞാനെടുത്തൊന്ന് നോക്കി. ഈ ഒരു ബ്ലോക്സും പിന്നെ ഈ ഒരു സൈഡ് ചെസ് ബോർഡും ഒരു സൈഡ് ലുഡോൻ്റെ ബോർഡായിട്ട് വരുന്ന അതും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ എടുത്തിട്ട് വേറെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അവൻ വരുന്ന സമയത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതവിടെ നിന്നൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന സമയത്ത് അവന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനോട് അത് എന്താണെന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് ഷോപ്പിലേക്ക് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട്. ഇത് അവന് കണ്ടിട്ടില്ല, എന്താണെന്നുള്ളതിൽ കണ്ടിട്ടില്ലായിരുന്നു. അവനത് അപ്പം തന്നെ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതാ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പോയ സമയത്ത് ഇതാ ഈ ഒരു സ്നാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചായക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്നാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മധുരമുള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു എരിവുള്ളതാണ്. ഇത് കണ്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമുള്ളതിനെ അപേക്ഷിച്ച് പേഴ്സണലി എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സേമിയ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആനതാ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് സേമിയ ആയിരുന്നു. ഇതുപോലെ ചെറിയ സേമിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ കുറച്ച് കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, അതുപോലെ ഏലക്കായ ഇത്രയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സേമിയ പായസം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മിൽക്ക് മെയ്ഡോ ചൊവ്വരിയോ ഒന്നും ഈ ഒരു പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സേമിയ പായസമാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ അത് കാണിച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അധികം ടൈമൊന്നും ആവശ്യമില്ല. അങ്ങനെ പായസമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് മക്കൾ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സമയമായപ്പോഴേക്ക് തന്നെ എൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ പായസം മാത്രമാണ് ഞാൻ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. അതുപോലെ കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കേക്ക് ഞാൻ സാധാരണ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കാറാണ് ചെയ്യാറ്. ഇപ്രാവശ്യം എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേക്ക്. അങ്ങനെ ഇതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ, വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് നെട്ടി ബബിളാണ്. മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെട്ടി ബബിൾ വാങ്ങിക്കണമെന്ന്. അങ്ങനെ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇതാ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ രാത്രിയാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി എല്ലാവരും വന്നതിൻ്റെ ശേഷം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നെട്ടി ബബിൾ. ഞാനത് വീട്ടിലുണ്ടാക്കാറുണ്ട് ഈ ഒരു കേക്ക്. നവംബർ 20-നാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. ആ ഒരു സെയിം ഡേറ്റിന് തന്നെയാണ് എൻ്റെ ഉപ്പൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും. രണ്ടും ഒരേ ഡേറ്റിനാണ് വന്നിട്ടുള്ളത്, നവംബർ 20.
ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴില്ലേ നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ഫുഡ് കഴിക്കുന്നതും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ദാ മോനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഹസ്ബൻഡ് അവർ ഗിഫ്റ്റ് അവന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവന് കണ്ട സമയത്ത് ഇത് അവന് കണ്ടതാണല്ലോ എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവന് കിട്ടിയ സമയത്ത് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ എന്താണ് കാണിക്കേണ്ടതെന്ന് അറിയാതെ ആദ്യ വെപ്രാളം പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ അത് അതൊക്കെ കൊടുത്തു. അവൻ ഒരുപാട് ഹാപ്പിയായി. അതവർ കിട്ടിയ സമയത്ത് തന്നെ അവന് അതെടുത്തിട്ട് നേരെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കവർ അവൻ എടുത്ത് കൊടുത്ത സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇച്ചിരി രാത്രി കൊണ്ടുവന്നതല്ലേ, അപ്പം ഞാൻ ചോദിച്ചതല്ലേ ഇത് ആർക്കാന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അത് എനിക്കുള്ളതായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനത് കണ്ട സമയത്ത് ആകെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആ മോന് ടോയ്സൊക്കെ വെച്ച് കളി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്സ് അവൻ്റെ കയ്യിലുണ്ട്, അത് ഇതിൽ ചെറുതാണുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ അതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഉണ്ടായിരുന്നത് മന്തിയും അതുപോലെ അൽഫാമും ആയിരുന്നു. പിന്നെ അതിലേക്കൊരു 7-അപ്പിൻ്റെ ബോട്ടിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ആ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പായസമാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. ചെറിയൊരു വ്ളോഗാണ്, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വലിയ പാറ്റായിട്ടൊന്നും നടത്തിയിട്ടില്ല, ചെറുതായിട്ടൊന്നും. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പം ഒരു പ്രത്യേക രസമാണല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.